ഇത്തവണ ദേവികുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എഫ് രാജയാണ്. ഏതായാലും സ്ഥാനാർത്ഥിത്വം വൈകിയ വന്ന്, പക്ഷെ പാർട്ടി വലിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയാണ്. എനിക്ക് എൻ്റെ തലവർ AK മണിയാണ് എനിക്ക് സീറ്റ് മേടിച്ചു കൊടുത്തത്. ഉറപ്പായിട്ട് ഈ ദേവികുളം മണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിരിക്കും. ഈ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 20 വർഷമായിട്ട് ഒരു വികസനമില്ല ഇവിടെ. UDF ഇവിടെ ഒരു സ്ഥാനാർത്ഥി വരും ഉറപ്പാ. തലവർ திரு AK മണിയോட ആശീർവാദം എനിക്കുണ്ട്. ഇവിടെ ഉള്ള ദേവികുളം മണ്ഡലത്തിലുള്ള ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്ന പക്ഷത്തിൽ ഇവിടെ ഉള്ള പാവപ്പെട്ട തൊഴിലാളിക്ക് ഇവിടെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ 20 വർഷമായിട്ട് ഒന്നും ചെയ്തില്ല ഇടതുപക്ഷ സർക്കാർ. UDF സർക്കാർ ഇവിടെ വരും. അന്ന് പാവപ്പെട്ടവർ എഴുന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഇവിടെ ഉള്ള പാവപ്പെട്ട ജനങ്ങൾ എനിക്ക് കൈപ്പറ്റിയ അടയാള ചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെ ജയിപ്പിക്കും. അന്ന് ഈ നാട് വികസനം വരും. എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്? ഇച്ചിരി വൈകിയാണ് നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപനം വന്നത്. എന്നാലും പാർട്ടി തീരുമാനം എടുക്കും. ഇവിടെ അതിന്റെ പ്രകാരം നമ്മൾ പോകും. നിലവിൽ LDF A രാജയാണ്, BJP S രാജേന്ദ്രനാണ്. ആർക്കെതിരെയായിരിക്കും ഏറ്റവും കടുത്ത മത്സരം? അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങളാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ ഇവിടെ തീരുമാനിക്കും. കൈപ്പറ്റി ഇവിടെ ജയിച്ചിരിക്കും. 100% വിജയപ്രതീക്ഷയാണോ? 100% വിജയമാണ്. ഇവിടെ 20 വർഷമായി ഇവിടെ ദേവികുളം മണ്ഡലം ജയിച്ചിരിക്കും. ഇവിടെ ഏതായാലും അതിൽ തന്നെയാണ് ഇത്തവണ ദേവികുളം മണ്ഡലത്തിൽ 20 വർഷമായി യാതൊരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ പൂർണ്ണ വിജയപ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് എഫ് രാജയുടെ നിഗമനം. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറാമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.